അറിയുന്നൊക്കെ ഞരമ്പുള്ള നാടികളിലുള്ള ഞരമ്പ് എന്ന് പറഞ്ഞാൽ മാറിപ്പോകും. അപ്പോൾ നാടികളിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ഈ എങ്ങനെയാണ് നെർവ്സിനൊക്കെ ഡാമേജ് ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നെർവ്സിന് ഡാമേജ് ഉണ്ടാവാം. ഫോളിക് ആസിഡിന്റെ കുറവ് കൊണ്ട് നെർവിന് ഡാമേജ് ഉണ്ടാകുമ്പോഴാണ്, ഫോളിക് ആസിഡ് കഴിക്കുന്നത് കുറയുമ്പോഴാണ് കുട്ടികൾക്ക് ബുദ്ധി വികാസത്തിൽ പ്രശ്നം ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഫോളിക് ആസിഡ് ഡോക്ടർമാർ കഴിക്കാൻ പറയുന്നത് പറഞ്ഞില്ലേ? സ്പൈറലിൽ എന്തുകൊണ്ടാണ് ഫോളിക് ആസിഡ് കൊടുത്തത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഫോളിക് ആസിഡ് ഏതിനകത്ത് വരുന്നുണ്ട്? ഈ നെർവ്സിന്റെ ഫംഗ്ഷന് ഫോളിക് ആസിഡ് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? നെർവ്സിന് ഡാമേജ് ഉണ്ടാവും മനസ്സിലായി. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ന്യൂട്രിലൈഫ് കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, പിന്നെ ഇഞ്ചുറി മുറിവ് കൊണ്ടുണ്ടാവാം, പിന്നെ സർജറി കൊണ്ടുണ്ടാവാം, ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് കൊണ്ട് കോശങ്ങൾക്ക് ഈ നഷ്ടങ്ങൾ സംഭവിക്കാം. ഒബേസിറ്റി, പൊണ്ണത്തടി പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ നെർവ് ഡാമേജ് ഉണ്ടാവും. ഹോർമോണൽ ചേഞ്ചസ്, അപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വന്നിട്ടുണ്ടാവും നെർവ്സിന് ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ എന്തൊക്കെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് വൈറ്റമിൻസിന്റെ ഒരു കോംബോ ആണ് ഈ സാധനം. ആര്? നെർവ് എനർജി. എന്തൊക്കെയാ പറഞ്ഞാല് ഈ ഒരു നെർവിന്റെ എനർജിക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും അതിൽ ഇറങ്ങി. ഫോളിക് ആസിഡ് അടങ്ങില്ല, എല്ലാ വൈറ്റമിൻസും അതിൽ വന്നു. നമുക്ക് സ്പൈറലിനെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്പൈറലിനെ പോലെ എല്ലാ വൈറ്റമിൻസും ഇതിലടങ്ങി. പിന്നെ മാഗ്നീഷ്യം ബിസ്ഗ്ലൈസനേറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. മാഗ്നീഷ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. മാഗ്നീഷ്യം എന്ത് സഹായിക്കും പറഞ്ഞാല് പെയിന്, പിന്നെ മസിൽ റിലാക്സേഷന്, ബയോ അബ്സോർപ്ഷൻ, സ്ലീപ്പ്, ന്യൂറോ ട്രാൻസ്മിഷൻ, ഹാർട്ട് റിതം. ഹൃദയത്തിന്റെ ഒരു ഋതു ഇല്ലേ, ഇങ്ങനെ ഇടക്കിടക്ക് നല്ല സ്പീഡിൽ അടിച്ചിട്ട് പിന്നെ മെല്ലെ അടിക്കുകയെന്ന്. ഇതിനൊരു ഋതു ഇല്ല, ഒരു താളം, കറക്റ്റ് ഒരു താളക്രമത്തില്ല അടിക്കുന്നത്. അപ്പൊ ഇതിന്റെ താളത്തിന് അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് മാഗ്നീഷ്യം പോലെയുള്ള സാധനം നമ്മുടെ ശരീരത്തിൽ വേണം. അത് മാത്രല്ല, ഈ ഒരു സിഗ്നൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ മുള്ളു തറച്ചൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ ഒരു ന്യൂറോണിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പോകണമെങ്കിൽ അതിന് ഈ ന്യൂറോൺ തമ്മിൽ സിഗ്നൽ കൊടുക്കും, കെമിക്കൽ സിഗ്നൽ കൊടുക്കും. അതിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മാഗ്നീഷ്യം വേണം. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, എല്ലാ വേണ്ട ഒരു നെർവിന്റെ എനർജിക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും ഇതിനകത്തുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഹൃദയത്തിന്റെ ഋതത്തിന് നല്ലതാണ്. പിന്നെ ന്യൂറോ ട്രാൻസ്മിഷൻ ആയിട്ട് വർക്ക് ചെയ്യും. ബയോ അബ്സോർപ്ഷൻ കൂട്ടും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബയോ അബ്സോർപ്ഷൻ കൂട്ടും, കഴിക്കുന്ന സാധനം നന്നായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ PEA എന്ന് പറഞ്ഞ സാധനമുണ്ട്, പാൽമിറ്റോ ഇതേലമൈഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും വേണ്ട. PEA എന്ന് പറഞ്ഞ സാധനം ഉണ്ട് മനസ്സിലാക്കുക. ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞ പ്രശ്നം, പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പിന്നെ CPD, ഓട്ടിസം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഒന്നും പഠിക്കാനൊന്നുമില്ല, സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാല് ഈ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന, നിങ്ങൾക്കൊക്കെ ചിലപ്പം നാട്ടിലൊക്കെ അറിയുന്ന ആൾക്കാർക്കൊക്കെ പല ആൾക്കും ഉണ്ടാവും. കുറച്ച് പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ മസിൽ വീക്കായി വരും. അത് നോൺ ക്യൂറബിൾ ആണ്, ഒരു മെഡിസിനും ഇല്ല, നമ്മളെ പ്രൊഡക്റ്റും പിന്നെ ക്യൂർ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ മസിലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞ് ഗ്രാജുവലി കുറഞ്ഞു വരുന്ന അവസ്ഥ. പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പോലും ആവില്ല. പക്ഷേ ഇത് പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റുകയില്ല. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പറഞ്ഞാൽ ഈ മസിലിന്റെ എനർജി കുറഞ്ഞു പോകുന്ന ആ ഒരു സ്പീഡില്ലേ, അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതായത് അവർക്ക് കുറച്ചും കൂടെ ലൈഫ് സ്പാൻ, ഹെൽത്തി ലൈഫ് സ്പാൻ കൊടുക്കാൻ ഇതിനെ കൊണ്ട് പറ്റും, നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് പറ്റും. മുന്നേ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് സ്പൈറലിനായിരുന്നു. ഞാൻ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയത് സ്പൈറലിനായിരുന്നു. സ്പൈറലിന് 95 റിസൾട്ട് കിട്ടി. പക്ഷെ ഇപ്പൊ അതിന് ഏത് സാധനം കിട്ടി? സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റ് വന്നു. ഇതും കൊടുക്കുക, സ്പൈറലിന് കൊടുക്കുക, 95 കൊടുക്കുക. കുറച്ചും കൂടെ റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും.